ഗൈസ്, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈവനിങ് വ്ലോഗിൽ നമ്മൾ ഫസ്റ്റ് ഒരു മഷ്റൂം കറി വെക്കാം എന്ന് വിചാരിച്ചു. മഷ്റൂം കറി വെക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയേക്കോ, എന്നും മോർണിംഗ് ഡ്യൂട്ടി. അപ്പം 7 മണിക്കേ വരത്തുള്ളൂ. അപ്പം ഏട്ടൻ വരുമ്പോഴത്തേക്ക് അതെല്ലാം റെഡിയാക്കണം, നമുക്ക് വെളിയിൽ പോകണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം സമയം 3 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 മണിയായി. കാര്യങ്ങളൊക്കെ ആട്ടോ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ടൊക്കെ അതിന് കറിയും വെച്ച് ഒരുങ്ങി കടയിൽ പോയിട്ട് തിരിച്ചു വേണം. അത്രേ ഉള്ളൂ പരിപാടികൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് മഷ്റൂം കറി വെക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് കടയിൽ പോകണം. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം പറയും, ഞാൻ മഷ്റൂം എടുത്ത് ഫ്രീസറിനകത്താണ് വെച്ചിരുന്നത്. എന്തുകൊണ്ട് ഞാൻ ഫ്രീസറിൽ കൊണ്ട് വെച്ചതെന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്നിട്ട് ഇവിടെ എല്ലാം കിടന്ന് തപ്പിയിട്ടു. 2 ദിവസമായി മേടിച്ചിട്ട്. ആക്ച്വലി മഷ്റൂം മേടിച്ചാൽ അന്ന് തന്നെ കറി വെക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ, അല്ലെങ്കിൽ മഷ്റൂമിന് ഇരുന്ന് വെള്ളമാവും. ഞാൻ എന്നിട്ട് അതെടുത്ത് ഫ്രീസറിലും വെച്ച് ഞാൻ ഇവിടെ എല്ലാം തപ്പി അവസാനം ഒരു ഡൗട്ട് തോന്നി ഫ്രീസർ തപ്പിയപ്പോൾ തേങ്ങയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ കൂടങ്ങാണ്ട് എടുത്ത് വെച്ചത്. അതുകൊണ്ടാട്ടോ ഈ മഷ്റൂമിൻ്റെ കളറൊരു മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ മഷ്റൂം ഞാൻ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തു, പിന്നെ ഒരു പച്ചമുളക്, അതുപോലെ തന്നെ ഒരു വലിയ സവാള, ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മഷ്റൂം ഞാൻ അത്യാവശ്യം പുറത്തെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇളക്കി വെച്ച് അതിനകത്തിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പനീറും മഷ്റൂമും കൂടെ ഒരുമിച്ചാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം അതിനകത്തിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെന്താ അതിനകത്തിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവേ. മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചെറിയ ജീരകപ്പൊടി ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ കറിക്കൊക്കെ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ വെച്ചാൽ പോലും കറിക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് അത് വഴണ്ട അതിൻ്റെ പച്ചമണം മാറുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തക്കാളി അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ എല്ലാ കറിയും മാക്സിമം വഴറ്റിയെടുക്കും, അപ്പോഴെനിക്ക് ടേസ്റ്റ്. ഞാൻ വെറുതെ വഴറ്റാതൊക്കെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റും എനിക്ക് തോന്നാറില്ല. എത്രത്തോളം വഴറ്റും അത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിനകത്തിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. എൻ്റെ മഷ്റൂമിൻ്റെ കോളം കണ്ട് ചീത്തയൊന്നും അല്ല, ഞാൻ ഫ്രീസറിൽ വെച്ചുകൊണ്ട് സാധനം കറുത്ത് പോയതാണ് കേട്ടോ. നല്ലതൊക്കെ തന്നെ കേട്ടോ. അപ്പം അതും ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് പനീർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പനീറും കൂടെ വെച്ച് കൊടുത്തു. പനീർ ബട്ടർ മസാല ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഇട്ട് മുകളിൽ തരാം, കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ പനീറും കൂടി ഇട്ട്, അപ്പം ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പനീറും അതുപോലെ തന്നെ മഷ്റൂമും കൂടെ ഒരുമിച്ച് കറി വെക്കുമ്പോൾ ഈ മഷ്റൂമിന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായിപ്പോവും. പിന്നെ ചൂടുവെള്ളം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട്, പിന്നെ ചൂട് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി ഇങ്ങനെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തിലേക്ക് കസ്തൂരി മേത്തി ആയിട്ട് ഒന്ന് റബ്ബ് ചെയ്തിട്ട്, ഒന്ന് തണുത്തിരിക്കുകയാണെങ്കിൽ ഒന്ന് പാനിലിട്ട് ചൂടാക്കിയിട്ട് കൈവച്ച് റബ്ബ് ചെയ്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകണം. ആ രീതിയിലാക്കിയിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. നിങ്ങൾക്ക് അതിന് വരെ ഒരു 10-12 അണ്ടിപ്പരിപ്പ് കുതിർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അങ്ങനെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാട്ടോ, ഒരു ഭയങ്കര റിച്ചായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അവസാനം ഇച്ചിരി മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കറിയൊക്കെ റെഡി. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ താഴെ ഒന്ന് വെയിൽ കൊള്ളാനെന്നും പോകുമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പം വെയിലും കൊള്ളാം, അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് അടുക്കളയിലേക്ക് സാധനം മേടിക്കണമായിരുന്നു. അപ്പം ഞാൻ നമ്മളവിടെ ഒരു ഡേറ്റ് ടു ഡേ ഉണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. വേറെ എന്തെങ്കിലും കൂടെ മേടിക്കാമെന്നൊക്കെ വെച്ച് പോയി. അപ്പം ഞാൻ ബാഗൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ടൈപ്പ് ക്ലിപ്പ് നോക്കി, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഡേറ്റ് ടു ഡേ ഉണ്ട് കേട്ടോ. ഇച്ചിരി നടക്കാണ്ട്. ഈ 2 ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഞാൻ ബാഗൊന്നും പിന്നെ എടുത്തില്ല കേട്ടോ. എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ എനിക്ക് മടിച്ചു കേട്ടോ. വേണ്ട എന്നൊരു തോന്നലായി. എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. ആദ്യം എടുക്കാമെന്ന് വിചാരിക്കും, പിന്നെ അങ്ങ് വേണ്ടാന്ന് തോന്നും. പിന്നെ ഞാൻ എല്ലാം A to Z ഇങ്ങനെ കാണും കേട്ടോ. ഒന്നും മേടിച്ചില്ലെങ്കിൽ A to Z കാണും. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ്. ഇതൊക്കെയാട്ടോ നമ്മൾ മേടിച്ച സാധനങ്ങൾ. കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേറൊന്നും ഞാൻ മേടിച്ചില്ല, പിന്നെ ഞാൻ തന്നെ പൊക്കിക്കൊണ്ട് വരണമല്ലോ, അതുകൊണ്ട് പിന്നെ ഇത്ര സാധനങ്ങളെ മേടിച്ചുള്ളൂ. പിന്നെ ഒരുപാട് മേടിച്ച് കൂട്ടിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ.
അപ്പം അതെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് മനസ്സിൽ നേരത്തെ തൊട്ട് വിചാരിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പം എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചു തിരിച്ചു വന്നു. ഇത് നമ്മുടെ കറിയെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. 7 മണിയാകുമ്പോൾ ഏട്ടൻ വരും. അതിന് നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകി ഉണക്കാൻ വെക്കണം. എന്നാലേ നമുക്ക് മസാലപ്പൊടി, എനിക്കിനിയും എത്ര കിട്ടിയാലും മസാലപ്പൊടിക്ക് പാത്രം തികയാറില്ല. അപ്പം എനിക്കതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ ഇവിടുന്ന്. അപ്പം എനിക്ക് ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും നിർത്തി. അല്ലെങ്കിൽ ഇതുപോലത്തെ ഇച്ചിവിടെ പാത്രങ്ങൾ എനിക്ക് വേണമായിരുന്നു. ഇത് റേറ്റ് കുറവാട്ടോ, കുഞ്ഞതായതുകൊണ്ട് എനിക്ക് ചെറുത് വേണമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ 4 എനിക്ക് ഇത്രയൊക്കെ പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും ഒതുക്കിയതാണ് ഇങ്ങനത്തെ മസാല പാത്രത്തിൻ്റെ കാര്യം. പിന്നെ എനിക്കൊരു കട്ടിംഗ് ബോർഡ് വേണം. ഓൾറെഡി എനിക്കൊരു വലിയ കട്ടിംഗ് ബോർഡുണ്ട്. അപ്പം ചെറിയൊക്കെ ഐറ്റം പെട്ടെന്ന് അരിയണമെങ്കിൽ ആ വലിയ കട്ടിംഗ് ബോർഡ് ഫുള്ള് കഴുകി പിന്നെ അതിൽ ഇത്തിരി സ്പേസിൽ നമ്മൾ അതിന് വീതൊക്കെ എനിക്ക് മടിയാണ്. ഞാൻ ചെറുത് മേടിച്ചതാണ്. അപ്പം അങ്ങനെ എൻ്റെ ഒരു ചെറുതുണ്ടായിരുന്നു, അത് കേടായിപ്പോയി. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ചെറുത് മേടിച്ചു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ, ഇത് കേക്ക് ട്രേയാണ്. അപ്പം എനിക്ക് കേക്കുകളൊക്കെ ഉണ്ടാക്കണം എന്നൊരാഗ്രഹം. അപ്പം ഞാൻ പട്ടത്തിൽ ഞാൻ അവിടെ കണ്ടതിൽ ഭയങ്കര വലിപ്പവും ആഴം കുറവാണ്. അപ്പം എനിക്കൊരു ഡൗട്ട്, അതിലിനിയും ഉണ്ടാക്കിയാൽ ശരിയാവുമോ. നാട്ടിലൊക്കെയാണ് എൻ്റെ നമ്മുടെ കുഞ്ഞു പാത്രമൊക്കെ ഇഷ്ടംപോലെ. ഇവിടെ ആണെങ്കിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കേക്ക് ട്രേ മേടിച്ച്. അലൂമിനിയാണ് ആക്ച്വലി. ഞാൻ അലൂമിനിയം ഉപയോഗിക്കാറില്ല, വേറെ നോക്കിയിട്ട് വേറെ ഒന്നും ഇല്ല. അപ്പം ഞാൻ എന്തായാലും ഇതങ്ങോട്ട് തുറന്നെടുത്തു. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ കോരി വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ എന്താ പറയുക, കുറച്ച് ചോറാണെങ്കിലും ഒക്കെ ഒന്ന് പെട്ടെന്ന് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഊറ്റിയെടുക്കണമെങ്കിൽ ഒരു പാത്രം എനിക്ക് വേണമായിരുന്നു. അപ്പം അതിനു വേണ്ടി എടുത്തതാണ്. അപ്പം ഇത് ഞാൻ കുറച്ച് നാളുകൊണ്ട് നോക്കി വെക്കുന്നു. അപ്പം എന്തായാലും ഇത്ര സാധനങ്ങൾ മേടിച്ചു. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് ഏട്ടൻ വരും. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ബാക്കി പരിപാടികൾ. അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. ഈ എഡിറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് മിക്ക ഡേ മൈ ലൈഫിലും ഞാൻ വൈകിട്ട് ചപ്പാത്തി ആയിരിക്കും ഉണ്ടാക്കുന്നത്. അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഡേ മൈ ലൈഫ് എടുക്കുന്ന ദിവസങ്ങളിൽ ചപ്പാത്തി ആയി പോകുന്ന കേട്ടോ. ഇവിടെ ഏറ്റവും കുറവ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആട്ടപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. ഞാൻ മീറ്റ് ഗ്രൈൻഡർ, എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ മീറ്റ് ഗ്രൈൻഡറിൽ ഇട്ടാട്ടോ ആട്ട കുഴക്കുന്നത്. ഇച്ചിരി വെള്ളം കൂടി ഇട്ടിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കും. അപ്പം നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കിട്ടും. അതാകുമ്പോൾ നമുക്ക് അതുമായിട്ട് ഗുസ്തി പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇച്ചിരി എളുപ്പമായിട്ടും പെട്ടെന്ന് ടൈമും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ മിക്സിയിലും പൾസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഞാൻ ഒരു പൊടിക്ക് എപ്പോഴും ഇങ്ങനെ ഹാർഡാകുന്നതിനേക്കാളും ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടി ചെയ്യാറുണ്ട് കേട്ടോ. ഒത്തിരി വെള്ളം അല്ല, ഒരു പൊടിക്ക് വെള്ളം. അപ്പം നല്ല ചപ്പാത്തി സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ കറക്റ്റ് ചപ്പാത്തിയുടെ ഒരു രീതിയിൽ എടുക്കുന്നതിനേക്കാളും എനിക്കൊരു പൊടിക്കൂടെ ലൂസായിട്ട് പിന്നെ അത് കുഴച്ച് റെഡിയാക്കി എടുക്കുമ്പോഴാണ് എനിക്ക് ഇച്ചിരി സ്മൂത്തായിട്ടുള്ള ചപ്പാത്തി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് പരത്തി സെറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ പരത്താനൊന്നും ഞാൻ അത്ര പ്രോയൊന്നും ആയിട്ടില്ല. പിന്നെ ഇപ്പം നേരത്തെ കല്യാണം കഴിച്ച് വരുന്ന ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് എന്നെക്കാട്ടിലും കുറച്ചുകൂടെ ഷേപ്പായിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയായിരുന്നില്ല. പിന്നെ നമ്മളിത് തവയിൽ, ഇരുമ്പ് തവയാണ്. ഞാൻ ചെറിയ തവ വേണമെന്ന് എൻ്റെ ഏട്ടനോട് പറഞ്ഞു. എനിക്ക് ഇത്രയും വലിയ തവ മേടിച്ചുകൊടുത്തത് ഭയങ്കര വലിപ്പമാണ്. പിന്നെ നമുക്ക് കട്ടി കുറഞ്ഞുള്ള ദോശയ്ക്കൊക്കെ നല്ല കേട്ടോ. അങ്ങനെ ചപ്പാത്തി ഇത് കറിയൊക്കെ സെറ്റായി. ഏട്ടൻ വന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ രണ്ടുകൂടെ ഒരു കട്ടൻ ചായ കൂട്ടി കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബായ്.